നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരങ്ങ വെള്ളം പിടിക്കട്ടോ, നാരങ്ങ വെള്ളം. നമുക്ക് ഗസ്റ്റ് ഉണ്ട്, നമ്മുടെ ഒരു റിലേറ്റീവ് കല്യാണം വിളിച്ച് വന്നതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നാരങ്ങ വെള്ളം എടുക്കുകയാണ്. ഇവരൊക്കെയാണ് നമ്മുടെ അതിഥികളെന്ന് പറയുന്നത്. ഏട്ടൻ്റെ റിലേറ്റീവ്സ് ആട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് അവരെ കാണുന്നത്. പക്ഷേ എങ്കിലും നമ്മൾ ഒരുപാട് മുന്നേ കണ്ട് പരിചയമുള്ളത് പോലെയാണ് അവരൊക്കെ സംസാരിക്കുന്നത്. നമ്മുടെ വീഡിയോസൊക്കെ എല്ലാം മുടങ്ങാതെ കാണുന്നുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഇന്ന് വരെയുള്ള കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ആ ചേച്ചിയുടെ ആഷ് കളർ ചുരിദാറിട്ടിരിക്കുന്ന ചേച്ചിയുടെ മകളുടെ കല്യാണമാണ്. അപ്പോൾ അത് വിളിച്ച് വന്നതാണ്. ഒരുപാട് ബന്ധങ്ങൾ ഇങ്ങനെ അല്ലേ, മറന്നിരുന്നാലും ഇതുപോലുള്ള കല്യാണവും ആഘോഷങ്ങളും ഒക്കെ വരുമ്പോൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കും. മെയിൻലി ആർക്കും ഒന്നിനും സമയമില്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങളായിട്ടൊക്കെ ജോലി തിരക്കും മറ്റുമായിട്ട് എപ്പോഴും ബിസിയാണ്. അപ്പോൾ പിന്നെ ആ റിലേഷൻ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും മറന്നു പോകും. പിന്നെ ഈ വിശേഷ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും ഓർമ്മിക്കും കേട്ടോ. എല്ലാവരുടെ കാര്യവും പറഞ്ഞത്, എല്ലാവരുടെ കാര്യവും നമ്മൾ ഒരാളുടെ കാര്യം മാത്രമല്ല പറഞ്ഞത്. ഈവൻ നമ്മളായാൽ പോലും അടുത്ത ബന്ധങ്ങൾ വരെ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. ചില ഇതുപോലുള്ള സാഹചര്യങ്ങളിലാണ് വീണ്ടും ഓർമ്മിച്ച് അവിടെ ചെല്ലുന്നതും കാണുന്നതും പറയുന്നതും സംസാരിക്കുന്നതും. അപ്പോൾ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, പഴയ കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ അങ്ങനെ തന്നെ കേട്ടോ, ഒരുപാട് പഴയ കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു ഔട്ട്സൈഡറല്ലേ ആക്ച്വലി. ഏട്ടൻ്റെ റിലേറ്റീവ്സും അവരവിടുത്തെ വീട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. കുറേ സമയം ഇരുന്നു സംസാരിച്ചു. ഞാൻ കൊടുത്ത നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് അവർ കല്യാണം വിളിച്ചിട്ട് പോവാട്ടോ. അപ്പോൾ നമ്മളെയൊക്കെ വീട്ടിൽ ക്ഷണിച്ചിട്ടുണ്ട്. വേറൊരു ദിവസം കല്യാണം അല്ലാതെ ഒരു ദിവസം വീട്ടിലേക്കൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. ഒരു ദിവസം പോകണം. ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് ബന്ധങ്ങൾ പുതുക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും കല്യാണം വിളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത് ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് പോട്ടെ, അല്ലെങ്കിൽ ഒരു കാര്യവും നടക്കത്തില്ല. നേരെ കിച്ചൺ. ഗസ്റ്റ് പോയി. വേദയ്ക്ക് 4 മണിക്ക് ട്യൂഷനുണ്ട്. നമ്മുടെ ഒരു കസ്റ്റമർ ഇപ്പോൾ നമ്മുടെ ഒരു സാരി ഓർഡർ ചെയ്തിട്ട് ഇവിടെ വന്ന് വാങ്ങാൻ തുടങ്ങി കേട്ടോ. ഇവിടെ അല്ല, നമ്മൾ പോകുന്ന വഴിക്ക് കുണ്ടമങ്കടവിൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ കൊടുക്കാമെന്ന് ഇരിക്കുമല്ലോ. ഒരു മുരുക്കുമ്പുഴ ഉള്ളതാണ്, അത് കൊടുക്കണം. അവർ വട്ടിയൂർക്കാവ് എത്തി. അപ്പം നമ്മളിങ്ങനെ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ വേദയുടെ ലഞ്ച് ബോക്സ് ഒന്നും കഴുകിയില്ല. ഗസ്റ്റിന് കൊടുത്ത നാരങ്ങ വെള്ളം ഗ്ലാസ് കഴുകിയില്ല. അതൊക്കെ കഴുകിക്കൊണ്ട് നിൽക്കുകയാണ്. ചായ പുറത്തുനിന്ന് കുടിക്കാമെന്ന് കരുതി. അങ്ങനെ കൊറിയറും എടുത്ത് വേദയെ കൊണ്ടുവിടാനായിട്ട് പോവുകയാണ്. ഇത് നമ്മുടെ ചെട്ടിനാട് സാരിയാണ്. ഇനി നമുക്ക് കുറച്ച് അത് സ്റ്റോക്ക് കൂടെ എടുക്കണമെന്നുണ്ട്. ഇപ്പോൾ സാരീസ് മാത്രമേ ആക്ച്വലി ഉള്ളൂ. ആ എടുത്ത സാരീസ് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. സന്തോഷം. എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ സാരീസ് മാത്രമല്ല, കുറച്ച് കോഡ് സെറ്റും കാര്യങ്ങളൊക്കെ കൂടെയൊക്കെ എടുക്കണം. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ അടുത്ത സ്റ്റോക്ക് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അതിനുള്ളൊരു പ്ലാനിങ്ങിലൊക്കെയാണ്. എന്തായാലും നമ്മുടെ സാരി എല്ലാം കൊറിയർ ചെയ്ത ശേഷം ഞാൻ എൻ്റെ വേദയും ട്യൂഷന് വിട്ട ശേഷം പുറത്തുനിന്ന് ചായ ഒന്ന് കുടിച്ചേക്കാമെന്ന് കരുതി അങ്ങനെ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചായക്കട നോക്കുന്നത് ഈ ബദാം പൗഡറിൻ്റെ സാഷേ പാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെയുള്ള കടയിൽ കയറിയിട്ടും പറയും ചായയിൽ എനിക്ക് ബദാം ടീ ആയിട്ടിട്ട് തരാൻ പറയും. അങ്ങനെ ബദാം ടീ ആയിട്ടിട്ട് കുടിക്കുക കേട്ടോ. പക്ഷേ അസൽ ടേസ്റ്റുള്ള ചായയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താണെന്നറിയില്ല, ഞാൻ വിശന്നിരുന്നിട്ട് കുടിച്ചത് കൊണ്ടാണോ എന്നറിയില്ല. നല്ലൊരു ആശ്വാസവും കറക്റ്റ് ചൂടും കറക്റ്റ് മധുരവും കറക്റ്റ് കടുപ്പത്തിനുള്ളൊരു അടിപൊളി ചായയായിരുന്നു കേട്ടോ. ചായക്കൊപ്പം കടിയൊന്നും വാങ്ങിയില്ലേന്ന് ചോദിച്ചാൽ ചായക്കൊപ്പം കടിയൊന്നും വാങ്ങിയില്ല കേട്ടോ. എന്തോ കഴിക്കാൻ തോന്നിയില്ല. ഇത് വേദയ്ക്ക് ട്യൂഷൻ വിടുന്നതിൻ്റെ തൊട്ടടുത്ത് ചേർന്നിട്ടായിരുന്നു. എടപ്പഴിങ്ങിയിൽ ഒരു ചായക്കട കേട്ടോ. സ്ഥിരം ചായ കുടിക്കുന്ന കടയിലൊന്നും പോയില്ല. വേദയും കൊണ്ട് വന്ന് കൊറിയറൊക്കെ കൊടുത്തപ്പോൾ പിന്നെ താമസിച്ചു. പിന്നെ അവിടെ നിന്ന് ചായ കുടിക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് വേദയെ വിട്ടിട്ടാണ് നമ്മൾ ചായ കുടിക്കാനായിട്ട് കയറിയത് കേട്ടോ. പിന്നെ ഇനി തിരിച്ച് കുണ്ടമങ്കടവ് വരെ പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട്, നമുക്ക് തിരുമല വഴി പോകാനല്ലേ എളുപ്പം. അപ്പോൾ കുണ്ടമങ്കടവ് വരെ പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് വേദയെ വിട്ടിട്ട് വേദയുടെ അവിടെ നിന്ന് തൊട്ടടുത്തുള്ള എടപ്പഴിങ്ങിയിൽ ആ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടിരിക്കുന്ന കുഞ്ഞു കടയിൽ നിന്ന് കുടിച്ചത്. പക്ഷെ ഇവിടെ എപ്പോഴും ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇന്നിപ്പോൾ ചെറിയൊരു തിരക്ക് കുറവുണ്ട്. പക്ഷേ ഞങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നല്ല തിരക്കായി. ചായ സമയമായി വരുന്നതല്ലേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. കുണ്ടമങ്കടവ് പോകണ്ട എന്ന് കരുതിയാണ് ഇങ്ങനെ അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് വന്നത് കേട്ടോ. പക്ഷേ എനിക്കൊരു കൊതി ഇങ്ങനെ കറങ്ങി നടക്കാം. ഞാൻ ഏട്ടനോട് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കറങ്ങി തച്ചോട്ടക്കാവ് വഴി കറങ്ങി വരാമെന്ന് പറഞ്ഞിങ്ങനെ കറങ്ങി വരിക കേട്ടോ. നല്ല മഴക്കാറും ഉണ്ട്. കുറേ ദിവസമായി സ്കൂട്ടറിൽ ഇങ്ങനെ കറങ്ങിയിട്ട്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാനും വേദയേട്ടനും കൂടി ചുമ്മാ ഇരിക്കുമ്പോൾ കറങ്ങാൻ പോകും.
മെയിൻലി സമയം കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ കറക്കവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത്. വേദയ്ക്ക് സമയമില്ല, വേദ പഠിക്കുന്നു, അങ്ങനെയൊക്കെ കറക്കം ഒന്നും നടക്കുന്നില്ലായിരുന്നു. ഇന്നൊന്ന് നന്നായിട്ട് കറങ്ങിയിട്ട് വീട്ടിൽ വന്നു. വേദയെ ട്യൂഷന് വിട്ടിട്ട് വന്നിട്ട് ആക്ച്വലി വസ്ത്രയിലിപ്പോൾ ഞാൻ ഒന്നും വീഡിയോസ് ഇടുന്നില്ല. വീഡിയോസ് ഇടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സാരീസൊക്കെ കഴിയാണ്. എങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒന്ന് ആക്റ്റീവ് ആക്കിയില്ല എങ്കിൽ അത് പിന്നെ അങ്ങ് താഴ്ന്നു പോകും. നമ്മളൊന്ന് ആക്റ്റീവായി ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും സെയിലായാലും ഇല്ലെങ്കിലും കുറച്ച് സാരീസ് ഇടാമെന്ന് കരുതി. ഇനി ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ചെട്ടിനാട് സാരീസ് കാണിക്കാമെന്ന് കരുതി. ഇതിൻ്റെ എല്ലാം നല്ല കളർ കോമ്പിനേഷൻ അല്ലേ. ഇത് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും, ഇത് നല്ല വലിയ ബോർഡർ, ടെമ്പിൾ ഡിസൈൻ ബോർഡർ വരുന്ന യെല്ലോയിൽ 2 ഷെയ്ഡ് ഇതാണ് കോൺട്രാസ്റ്റ് ആയിട്ട് വന്ന് ബൂട്ടാ വർക്കും കോൺട്രാസ്റ്റ് കൊടുത്തിട്ടുള്ള വേറെ 2 സാരികളാണിത്. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള, എനിക്ക് ഇങ്ങനത്തെ കളേഴ്സൊക്കെ കേട്ടോ ഭയങ്കര ഇഷ്ടം. ഇതും ഒരു പേസ്റ്റൽ കളർ എന്ന് പറയാം കേട്ടോ, ഓറഞ്ച് പോലെ വന്നിട്ട് ഒരു കോൺട്രാസ്റ്റ് ഗ്രീൻ ബൂട്ടാ വർക്കാണ് കേട്ടോ അതിന് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും വസ്ത്രയിൽ 1-2 വീഡിയോസ് ഇടട്ടെ. ഇല്ല എങ്കിൽ നമ്മുടെ വസ്ത്രയുടെ പേജ്, ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ അങ്ങ് താഴേക്ക് പോകും കേട്ടോ, പിന്നെ എല്ലാവരും മറന്നു പോവും. അതുകൊണ്ട് അതിലേക്ക് ഇടാമെന്ന് കരുതി ഞാൻ 2-3 സാരി എടുത്ത് വെച്ചിരിക്കാം കേട്ടോ. ഞാനൊന്ന് ഇടട്ടെ, അപ്പോഴേക്കും വേദയെ വിളിക്കാനുള്ള സമയമാവും. എന്നിട്ട് പോയി വേദയെ വിളിക്കും. അങ്ങനെ നമ്മുടെ വീഡിയോ ഷൂട്ടിംഗ് കഴിഞ്ഞു. സാരി കൊണ്ടൊന്ന് അകത്ത് വെക്കട്ടെ. അപ്പോൾ ഈ സാരികളിൽ ഏതെങ്കിലും ഇഷ്ടമായതുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. താഴെ ഞാൻ വാട്സപ്പ് നമ്പറും മറ്റും കൊടുത്തേക്കാം കേട്ടോ. ചിലപ്പോൾ ഇത് അതിന് മുന്നേ പോയേക്കാം. ദൈവാനുഗ്രഹം അല്ലേ എന്ന് വേണമല്ലേ പറയേണ്ടത്. കാരണം ഇത്ര പെട്ടെന്ന് തന്നെ നമ്മുടെ സാരീസൊക്കെ കഴിയുന്നത് സത്യം എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ക്വാളിറ്റി ഉള്ള സാരി ആര് പോയി എടുത്തിട്ട്? എൻ്റെ അച്ഛൻ പോയി എടുത്തിട്ട്. അപ്പോൾ അച്ഛൻ വിളിക്കുകയാണ്, സാരിയൊക്കെ കഴിഞ്ഞു, പോകണ്ടേ, നമുക്ക് അടുത്തെടുക്കാൻ പോകണ്ടേ. മിക്കവാറും ഈ ആഴ്ച തന്നെ 2 പേരും കൂടി വീണ്ടും പോകും. അച്ഛനും ഏട്ടനും ഭയങ്കര ത്രില്ലായിട്ടോ പോയി എടുക്കുന്നത്. സത്യം പറയാൻ എനിക്കും പോയി എടുക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. അപ്പോൾ ഇതേതെങ്കിലും വേണമെങ്കിലേ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസവും ദേ കഴിയാറായി ഗൈസ്. ഇനി എന്താ രാത്രി പരിപാടിയും ചോദിച്ചാൽ നിങ്ങൾ പറയും പുട്ട വയ്ക്കുന്നു എന്ന്. പക്ഷെ പുട്ടല്ല, ഇന്ന് ദോശയാണ്. ദോശയും മീൻകറിയും. ഒരു കലം വെള്ളം കൂടി തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇത് നമുക്ക് ഈ കൂജയിലെ വെള്ളം നല്ല തണുപ്പാട്ടോ, ഭയങ്കര തണുപ്പെന്നല്ല. ആദ്യം വാങ്ങിയ 2-3 ദിവസം നല്ല ഐസ് വാട്ടർ പോലെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അത്ര ഇതില്ല. ഇങ്ങോട്ട് വന്നെടുത്ത് കുടിക്കാനൊന്നും മാഡത്തിന് വയ്യേ? അത് ഞാൻ ജോലി ചെയ്യുന്ന വനിതയില്ലേ. ഇത് ദാഹശമിനിയാണേ. മീൻകറി, റെഡ് കളർ മീൻകറി, നവര മീൻകറി. വേദ ഇവിടെ വാ. നീ തന്നെ ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചേക്കണത്. എടുത്ത് വേസ്റ്റ് പിന്നെ ഇടാൻ അറിഞ്ഞൂടെ നിനക്ക്? എടുത്തോണ്ട് പോ. വേദ ഇവിടെ എങ്ങും അല്ല വേദ. വേദയുടെ സ്കൂളിൽ നിന്ന് മറ്റന്നാൾ വണ്ടർല ട്രിപ്പ് പോകും. ഒരാഴ്ച കൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പിലാണ് വേദയും വേദയുടെ ഫ്രണ്ട്സും. ദോശ ചുട്ടു. നാളത്തേക്ക് വേണ്ടി ചോറിന് വേണ്ടിയിട്ട് അരി തിളപ്പിക്കാൻ വെച്ചിരിക്കട്ടെ. അത് തിളപ്പിച്ച് റൈസ് കുക്കറിൽ വയ്ക്കും. പക്ഷെ രാവിലെ എടുത്ത് ഒന്നുകൂടെ തിളപ്പിക്കും, അപ്പോൾ വേവാതിരിക്കും. ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് വീണ്ടും ഞാൻ മൂടി വയ്ക്കും. എന്നിട്ടൊരു 7 മണിയൊക്കെ ആകുമ്പോൾ അരി ചോറാവും. വേദയ്ക്ക് ബുൾസ വേണോ? ഒരു ചെറിയ മുട്ടയേ ഉള്ളൂ, ഒറ്റ സിംഗിൾ ബുൾസേ. ഡിസൈൻ വരയ്ക്കട്ടാ? അയ്യോ വേണ്ട, പൊട്ടിപ്പോവും. ഉപ്പും അയ്യോ കുരുമുളകില്ല കേട്ടാ. മുളക് പൊടി ഇട്ടാ മതിയാ? ഉപ്പ് വേണ്ടേ? കുരുമുളക് പൊടിക്കാൻ പൊടിച്ചില്ല. ഉപ്പിടാം. സോ ഡിന്നർ റെഡി. നാളത്തേക്കുള്ളതെല്ലാം ആയി. നാളെ വേദയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഇന്ന് രാത്രി ഇട്ടത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ രാവിലെ ചോറിടത്തുള്ളൂ. വേറെ ചുമക്കയാണ്. അവളാണ് വണ്ടർലയിൽ പോണത്. ഇതിൽ കിടന്നാൽ കരിഞ്ഞു പോകും. ദോശയും മീൻകറിയും പുളിച്ച് പൊട്ടാതെടുത്ത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ദേ ഇവിടെ കഴിയാണ്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.